മാക്ടവല്ല രാജുവേട്ടാ, നിങ്ങളെന്ത് മദ്യം നിൽക്കുന്നത്? ഭാര്യന്റെ ഓർമ്മയില്ലാണ്ടൊക്കെ കുറച്ചു നേരം മനസ്സമാനത്തിൽ എടുക്കട്ടെ. നീ ഒയ്ക്ക് അളിയോ മനത് കിട്ട് അടിമൂപ്പർ എന്നാടാ എന്റെ അളി. ഓ അളിയനാ, അത് കുഴപ്പമില്ലപ്പാ. കുഴപ്പമില്ലല്ലേ? നമ്മളെല്ലാം കമ്പനിയല്ലേ. ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നു. ചേച്ചി അവിടെ കാണാനില്ലല്ലോ. അമ്മ ഇത് എങ്ങനെ ഇവിടെ വന്നു വിട്ട് നിങ്ങൾ രണ്ടാളും? ഓ അളിയാ, വീട്ടിലാരും ഇല്ല, ഓള് പണിക്കൊക്കെ തുടങ്ങി. അതാ. അല്ലെങ്കിലും പെണ്ണുങ്ങൾ വീട്ടിലിരിക്കണത് കേടാ. എന്തെന്നാടോ വീട്ടിലെല്ലാം വെറുതെ നിൽക്കുന്നതുകൊണ്ട് പൈസേന്റെ വില അവര് പറയട്ടെ. എന്താ രാജുവേട്ടാ? എന്താ സാധനം? ആഫ്റ്റോൾ അളിയന്റെ ഫേവറേറ്റ് ബ്രാൻഡ് കൊണ്ടുന്നുണ്ട്. ഏട്ടാ മോനെ മുത്ത് മുത്ത്. ഓ അളിയ സൂപ്പറാടാ. അത് ശരി അളിയാ, അവരും പഠിക്കട്ടെ. പൈസയുടെ വിലയല്ല. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ ചേച്ചി. അളിയൊന്ന് ചെറുങ്ങനെ അടിച്ചു എന്നെല്ലാം പറഞ്ഞു. എടാ മനോജേ, എടാ നീ അടിക്കണ്ടിരും കേട്ടാ. അങ്ങനത്തെ ആളൊന്നല്ല അല്ലേ? എടാ എനിക്കൊരു കാര്യം അറിയാമോ? ഇന്നലെ ഞാൻ സാധനം എടുത്ത് അടിക്കാൻ നോക്കുമ്പോൾ തട്ടി മറിച്ചത് മദ്യം വിഷം തന്നെയാ. ഇത് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനല്ലേ. ഞാനൊന്ന് അടിച്ച് അതുകൂടി കൊണ്ട് നല്ലോണം പറ്റി. പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ ഇതിനൊന്നും വിലയൊന്നും. ചേട്ടാ രാജുവേട്ടാ, ഞാനും എന്റെ ചേച്ചിയും തമ്മിലേ എത്ര വയസ്സിന്റെ മാറ്റം എന്നറിയാം അളിയാ? പറഞ്ഞു കൊടുക്ക്. ഞാനോളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ചെക്കൻ +2 പഠിക്കുന്ന ചെറിയ ചെക്കനാ. ഓ ചെക്കനങ്ങ് വലുതായി പോയല്ലോ. എന്തിന്നാ മനോജ് നീ കളിക്കുന്നേ? പോയില്ലല്ലോ. മദ്യം വിഷാണെങ്കിലും പൈസയുടെ വില അല്ലേ അളിയാ? അല്ലേ രാജുവേട്ടാ? പോട്ടെ, ഈ ചളി അളിയാ കാണാട്ടാ, വിളിക്കണേ. പോട്ടെ, ഈ വഴിക്ക് പോയ ചളിയല്ലേ അളിയാ? ഞാൻ ഇതിലൂടെ പോകുന്നുണ്ടേ. എടാ നീ ഓന്റെ ഏച്ചിനെ അടിച്ചില്ലേ? അതിന്റെ പ്രതികാരം ഇന്ന നൈസായിട്ട് ഓൻ തന്നതായിരിക്കും കേട്ടാ.